പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഇപ്പോൾ ബി.ജെ.പി ഹാട്രിക് ഭരണം നേടിയിരിക്കുകയാണ്. ഇത്തവണ ചെയർമാനായി വന്നിരിക്കുന്നത് കഴിഞ്ഞ 4 തവണയുമെല്ലാം കൗൺസിലറായി വിജയിച്ചിരുന്ന പി സ്മിതേഷാണ്. കഴിഞ്ഞ 2 തവണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായിരുന്നു. ഏതായാലും പാർട്ടി ഒരു അവസരം തരുന്നു, അത് വലിയ രീതിയിൽ എല്ലാ സഹപ്രവർത്തകരും ചേർന്ന് വിജയിപ്പിക്കുന്നു. തീർച്ചയായിട്ടും പാർട്ടി വലിയൊരു അവസരമാണ് തന്നിട്ടുള്ളത്. താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരുടെ കൂടെയാണ് ഈ പ്രസ്ഥാനം എന്ന് ഇതിലൂടെ തെളിയിച്ചിരിക്കുകയാണ്. 100% പാർട്ടിയും ജനങ്ങളും എന്നിൽ അർപ്പിച്ച വിശ്വാസം കാത്തുസൂക്ഷിക്കുമെന്നാണ് എനിക്ക് ഈ വളരെ പറയാനുള്ളത്. ചെയർമാൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ പാർട്ടിക്കകത്ത് വലിയ രീതിയിൽ വിഭാഗീയത ഉണ്ടെന്നും സ്മിതേഷിൻ്റെ പേര് വരെ വലിയ രീതിയിൽ തുലാസിലായിരുന്നു എന്നെല്ലാം പറയുന്നു. അത് ശരി തന്നെയാണ്. ഇല്ല, അത്തരത്തിൽ ചർച്ചകൾ അടുത്തട്ടിൽ നടന്നിട്ടുണ്ട്. പാർട്ടി കൃത്യമായിട്ട് നിലപാടുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. പാർട്ടിക്ക് ഒരു പ്രോസസ് ഉണ്ട്. ആ പ്രോസസ് കൃത്യമായി പാലിച്ച അടിസ്ഥാനത്തിലാണ് ഈ പേര് വന്നിട്ടുള്ളത്. അതിനകത്ത് വേറെ കൺഫ്യൂഷനൊന്നും ഉണ്ടായിട്ടില്ല. പാലക്കാട് ബി.ജെ.പി ഒരു നേരിടുന്നൊരു ചലഞ്ച് എന്ന് പറയുന്നത് യു.ഡി.എഫും എൽ.ഡി.എഫും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു മുന്നണി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വരുമെന്ന രീതിയിലുള്ള വിവരങ്ങളെല്ലാം പുറത്തു വരുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ഭരണത്തിന് വലിയ രീതിയിൽ ബാധിക്കുമെന്നൊരു ആശങ്കയുണ്ട്. അല്ല, ജനവിധിയെ 2 കക്ഷികളും മാനിക്കണമെന്നാണ് പറയാനുള്ളത്. ബി.ജെ.പിയെ ഭരിക്കാൻ വേണ്ടി പാലക്കാട് നഗരജനത ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അത് 2 കക്ഷികളും രാഷ്ട്രീയ അതീതമായിട്ട് ഉൾക്കൊള്ളണമെന്നാണ് ഈ വേളയിൽ പറയാനുള്ളത്. ആശങ്ക നിലനിൽക്കുന്നില്ല. അല്ല, അത്തരത്തിൽ ആശങ്ക വന്നാൽ അത് മറികടക്കാൻ ബി.ജെ.പിക്ക് സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. കഴിഞ്ഞ തവണ ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആയിരിക്കുന്ന സമയത്ത് ബയോമൈനിങ് ഉൾപ്പെടെയുള്ള ഒരുപാട് പദ്ധതികൾ ചെയ്തു. ഇനി ഇത്തവണ വീണ്ടും ചെയർമാനായിട്ടാണ് എത്തുന്നത്. എന്തായിരിക്കും പാലക്കാട് നൽകാൻ വേണ്ടി പോകുന്ന പ്രത്യേകം പദ്ധതികൾ എന്തായിരിക്കും? നിലവിൽ ഒട്ടേറെ വികസന പ്രവർത്തനം പാലക്കാട് നഗരത്തിൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ബി.ജെ.പി നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയാണ് ഉദ്ദേശിക്കുന്നത്. അതിന് പുറമെ കൂടുതൽ ഓട്ടോമൈസേഷൻ, ജനങ്ങൾക്ക് സർവീസ് കൊടുക്കുന്നതിന് കുറച്ച് മെച്ചപ്പെട്ട രീതിയിലുള്ള സംവിധാനം കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ചലഞ്ച് എന്ന് പറയുന്നത് എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയായിരിക്കും, പ്രത്യേകിച്ച് പാർട്ടിയിലെ കൗൺസിലർമാരെ, അതിനോടൊപ്പം തന്നെ മറ്റ് കൗൺസിലർമാരെ. ബി.ജെ.പിക്ക് ഭൂരിപക്ഷം ലഭിച്ച സമയത്തും പ്രതിപക്ഷത്തെ വിശ്വാസം എടുത്തുകൊണ്ടാണ് കഴിഞ്ഞ 5 വർഷം കടന്നു പോയിട്ടുള്ളത്. അതിന് മുമ്പ് 2015-20 ഭൂരിപക്ഷം ഇല്ലാത്ത സമയത്ത് പ്രതിപക്ഷത്തെ കൃത്യമായിട്ട് വിശ്വാസം എടുത്തുകൊണ്ട് ബി.ജെ.പി പോയിട്ടുള്ളത്. അത്തരത്തിൽ ഈ 2 മുന്നണിയും വിശ്വാസം എടുത്തുകൊണ്ട് ഈ ഭരണം മുന്നോട്ട് പോകും. മുൻ ചെയർപേഴ്സണായിട്ടുള്ള പ്രമീള ശശിധർ, അതുപോലെ തന്നെ മുതിർന്ന അംഗം എൻ ശിവരാജൻ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം ഒരു നേതൃത്വത്തിലാണ് ഇപ്പോൾ പി സ്മിതേഷിനെ ഇപ്പോൾ ചെയർമാനാക്കി വിജയിച്ച് അവർ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇനി എന്താണ് നൽകാനുള്ള ഒരു ഉപദേശം തുടക്കത്തിൽ? തീർച്ചയായിട്ടും വലിയൊരു ഉപദേശം കൊടുക്കാനൊന്നുമില്ല. കാരണം കഴിഞ്ഞ ഭരണസമിതിയിലൊക്കെ സ്മിതേഷ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. ഒരുപാട് നല്ല കാര്യങ്ങൾ പാലക്കാട് നഗരസഭയ്ക്ക് ഒത്തൊരുമിച്ച് ജനങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ച് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സ്മിതേഷിന് സാധിക്കും. അതിൻ്റെ എല്ലാവിധ സപ്പോർട്ടും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവുമെന്നാണ് മാത്രം. 5 വർഷം ഭരണം നിലനിർത്താൻ കഴിയും. 5 വർഷമല്ല, 50 വർഷം ഈ ഭരണം മുന്നോട്ട് പോകും. ബി.ജെ.പിയുടെ ഭരണം 50 വർഷം കഴിഞ്ഞിട്ട് വേറെ ആൾ നോക്കിയാൽ മതി. ഇനി വേറെ മുന്നണികൾ 50 വർഷം കഴിഞ്ഞ് ഇതിൻ്റെ അകത്ത് വന്നാൽ മതി. സ്മിതേഷിൽ വലിയ വിശ്വാസമുണ്ട്. സ്മിതേഷിലും വിശ്വാസമുണ്ട്, എൻ്റെ പാർട്ടിയിലും വിശ്വാസമുണ്ട്. ഇതാണ് ബി.ജെ.പിയുടെ നേതാക്കളുടെ ഒരു പ്രതികരണമാണ് നമ്മളിപ്പോൾ കണ്ടത്. വീഡിയോ ജേർണലിസ്റ്റ് വിനു സിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കലിൻ, റിപ്പോർട്ടർ പാലക്കാട്.